Interference and system capacity. Interference is a major limiting factor of a performance of a cellular radio system. Interference എന്ന് പറയുന്നത് നമ്മുടെ സെല്ലുലാർ റേഡിയോ സിസ്റ്റത്തിൻ്റെ ഒരു ലിമിറ്റിംഗ് ഫാക്ടറാണ്. പിന്നെ അത് ഇൻ്റർഫറൻസിൻ്റെ സോഴ്സസ് അല്ലെങ്കിൽ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അനദർ മൊബൈൽ ഇൻ ദ സെയിം സെൽ, വേറെ സെല്ല് തമ്മിലുള്ള ഇൻ്റർഫറൻസ് ആകാം, അല്ലെങ്കിൽ ഒരു നെയ്ബറിംഗ് സെല്ലിലുള്ള കോളിന് കാരണമുള്ള ഒരു ഇൻ്റർഫറൻസ് ആവാം, അല്ലെങ്കിൽ അതർ ബേസ് സ്റ്റേഷൻ ഓപ്പറേറ്റിംഗ് ദ സെയിം ഫ്രീക്വൻസി, അത് വേറൊരു സെയിം ഫ്രീക്വൻസി ദൂരെയുള്ള ഒരു ബേസ് സ്റ്റേഷനിൽ നിന്നും ഉള്ള ഇൻ്റർഫറൻസ് ആകാം, അല്ലെങ്കിൽ നോൺ സെല്ലുലാർ സിസ്റ്റം എനർജി ലീക്സ് ഇൻ ടു സെല്ലുലാർ സിസ്റ്റം എന്ന് വെച്ചാൽ ഇപ്പോൾ മൈക്രോവേവ് ഓവൻ ഓൺ ആക്കിയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഇൻ്റർഫറൻസ്, അല്ലെങ്കിൽ AC ഓൺ ആക്കുമ്പോൾ ഇൻ്റർഫറൻസ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതർ സിസ്റ്റം കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ ഉള്ള ഇൻ്റർഫറൻസ്. നിങ്ങൾ മൊബൈൽ കോൾ വരുമ്പോൾ ഒരു ഇൻ്റർഫറൻസ് ഉണ്ടാവില്ലേ, ഒരു മൈക്ക് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കിക്ക് ചെയ്യുന്ന ശബ്ദം, അപ്പോൾ അതൊരു ഇൻ്റർഫറൻസ്. അങ്ങനെയല്ല ഇൻ്റർഫറൻസ് ഉണ്ടാകാം. അപ്പോൾ നോൺ സെല്ലുലാർ സിസ്റ്റത്തിൽ നിന്നുണ്ടാവാം, സെല്ലുലാർ സിസ്റ്റത്തിൽ നിന്നും ഉണ്ടാകാം. പിന്നെ ഇൻ്റർഫറൻസ് ഉണ്ടാകുന്നതുകൊണ്ടുള്ള റിസൾട്ട് എന്തായിരിക്കാം? ക്രോസ് ടോക്ക് എന്ന് പറയുന്നത് സബ്സ്ക്രൈബറിന് എന്തെങ്കിലും ഇൻ്റർഫറൻസ് കേൾക്കാം, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കാൻ പറ്റും. ഒന്ന്, അത് ഒരു ക്രോസ് ടോക്ക് എന്ന് പറയും. ഇനി മറ്റേതൊന്ന് മിസ്ഡ് കോളും അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് കോളും കാരണമാവും. എന്ന് വെച്ചാൽ ഇൻ്റർഫറൻസ് ഉണ്ടാക്കുമ്പോൾ ഡിജിറ്റൽ സിഗ്നലിങ്ങിൽ എറർ വരുമ്പോൾ നമുക്ക് കോൾ മിസ്സാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ രണ്ട് ടൈപ്പ് സെല്ലുലാർ ഇൻ്റർഫറൻസ് ഉണ്ട്. ഒന്ന് കോ ചാനൽ ഇൻ്റർഫറൻസും ഒന്ന് അഡ്ജസൻറ്റ് ചാനൽ ഇൻ്റർഫറൻസും. ഇനി കോ ചാനൽ ഇൻ്റർഫറൻസ് നേരത്തെ പറഞ്ഞായിരുന്നു ഫ്രീക്വൻസി റീയൂസിൽ. എന്ന് വെച്ചാൽ ഒരു ക്ലസ്റ്ററിൻ്റെ അകത്ത് സെൽ 1, അതേ സെല്ലിലുള്ള സെയിം ഫ്രീക്വൻസി യൂസ് ചെയ്യുന്ന വേറൊരു ക്ലസ്റ്ററിലെ സെല്ലും കാണും. അപ്പോൾ അതിൽ തമ്മിലുള്ള ഇൻ്റർഫറൻസ് എന്ത് പറയും? കോ ചാനൽ ഇൻ്റർഫറൻസ് പറയും. കാരണം ആ രണ്ട് ബേസ് സ്റ്റേഷൻ ഓഫ് ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സ് യൂസ് ദ സെയിം സെറ്റ് ഓഫ് ഫ്രീക്വൻസി. The two cells using the same set of frequency are called co-channels. The interference between them, അത് തമ്മിലുള്ള co-channel സെൽസ് തമ്മിലുള്ള ഇൻ്റർഫറൻസ് എന്ത് പറയാം? co-channel interference എന്ന് പറയാം. ടു റെഡ്യൂസ് co-channel interference നേരത്തെ പറഞ്ഞു എന്തായിരിക്കണം? ഒരു മിനിമം സെപ്പറേഷൻ ഡിസ്റ്റൻസ് വേണം ബിറ്റ്വീൻ ദ co-channel സെൽസ്. ഇനി co-channel interference കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന് മുമ്പേ പറയാം, when the cell of the size of the cell is approximately the same, size of the cell approximately same ആണെങ്കിൽ എന്ത് പറ്റും? The co-channel interference is independent of transmitter power. ട്രാൻസ്മിറ്റർ പവർ ആയിട്ട് ബന്ധമില്ല. കാര്യം സെയിം സൈസ് ആണെങ്കിൽ അതൊരു എഫക്റ്റീവ്നെസ് ഇല്ല. അതാ പറയുന്നത് ദ co-channel interference is independent of transmitter power. ഇന്ന് ഒരു വലിയൊരു ഇൻഫ്ലുവൻസ് കുറവായിരിക്കും ഉദ്ദേശിക്കുന്നത്. കാര്യം സെയിം സൈസ് ആണെങ്കിൽ, ഡിഫറെൻറ്റ് സൈസ് ആണെങ്കിൽ, വലിയ സെല്ലാണെങ്കിൽ എന്ത് പറ്റും? അതിൻ്റെ ട്രാൻസ്മിറ്റർ പവർ കൂടുതലായിരിക്കും. ചെറിയ സെല്ലാണെങ്കിൽ ട്രാൻസ്മിറ്റർ പവർ കുറവായിരിക്കും. ഇപ്പോൾ എല്ലാം സെയിം സൈസ് ആണെങ്കിൽ എന്തായിരിക്കും? ട്രാൻസ്മിറ്റർ പവറിൻ്റെ co-channel interference എന്തായിരിക്കും? ട്രാൻസ്മിറ്റർ പവറിന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. കാര്യം ഓൾമോസ്റ്റ് സിമിലർ ഓൾ കേസസ് സിൻസ് ഓൾ സൈസ് ആർ സെയിം. ഇനി ആ സമയത്ത് എന്ത് പറ്റും? co-channel interference ഈസ് എ ഫംഗ്ഷൻ ഓഫ് co-channel reuse ratio. അപ്പോൾ co-channel interference എന്ന് പറയുന്നത് co-channel reuse ratioന് ഫംഗ്ഷൻ ആയിട്ട് മാറും, വിച്ച് ഈസ് Q. വേർ co-channel reuse ratio എന്ന് പറയുന്നത് Q is defined as a ratio of D/R. D എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ്. ഇപ്പോൾ സെൽ A ഓഫ് ക്ലസ്റ്റർ 1 ടു സെൽ A ഇൻ ക്ലസ്റ്റർ 2, അതിലുള്ള ഡിസ്റ്റൻസ് ആണ് D. ഇതാണ് D. നിങ്ങൾ നോക്കുകയാണെങ്കിൽ, പടത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിനാണ് D. R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ സെൽ എന്ന് പറയുന്നതാണ് D. അപ്പോൾ Q എന്ന് പറയുന്നത് D/R ആണ്. സോ അത് നേരത്തെ പറഞ്ഞ D is the distance to the center of the nearest co-channel cells and R is the radius of the cell. ഇനി ഇൻക്രീസിങ് ദ റേഷ്യോ Q equal to D/R. റേഷ്യോ Q equal to D/R കൂട്ടം എന്ത് പറ്റും? എന്നാൽ Q കൂടുമ്പോൾ D കൂടണം, അല്ലെങ്കിൽ R കൂടാൻ പറ്റൂല, സൈസ് കൂടുന്നില്ലല്ലോ. അപ്പം D കൂടണം. സോ ഇൻക്രീസിങ് ദ സ്പേഷ്യൽ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ co-channel. Q കൂടുമ്പോൾ D കൂടണം. D എന്ന് പറയുന്നത് സെപ്പറേഷൻ. സോ ഇൻക്രീസസ് ദ സ്പേഷ്യൽ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ co-channel. അത് കൂടുമ്പോൾ എന്ത് പറ്റും? സെപ്പറേഷൻ കൂടി, ദൂരം കൂടുമ്പോൾ co-channel ഇന്റർഫറൻസ് കുറയും. അതാണ് എഴുതിയിരിക്കുന്നത്. സോ ഫോർ എക്സാഗണൽ ജോമെട്രി എന്തായിരിക്കും? എക്സാഗണൽ ജോമെട്രി എടുക്കുകയാണെങ്കിൽ D/R എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് √3n എന്ന് പറയും. വേറെ n ഇസ് ദ ക്ലസ്റ്റർ സൈസ്. ക്ലസ്റ്റർ സൈസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെൽസ് ഇൻ ദ ക്ലസ്റ്റർ. ഇനി സിഗ്നൽ ടു ഇന്റർഫറൻസ് റേഷ്യോ എന്ന് പറയുന്നത് സിഗ്നൽ പവർ ഡിവൈഡ് ബൈ ഇന്റർഫറൻസ് പവർ. സിഗ്നൽ പവർ അല്ലെങ്കിൽ ഡിസൈഡ് സിഗ്നൽ പവർ ഡിവൈഡ് ബൈ ഇന്റർഫറൻസ് പവർ. ഇനി ഇന്റർഫറൻസ് പറയുന്നത് കുറെ co-channel കാണും ചുറ്റും. അപ്പോൾ അതിൻ്റെ ഒരു സമേഷൻ ആയിരിക്കും ഇന്റർഫറൻസ് പറയുന്നത്. co-channel ഇന്റർഫറൻസ് പറയുന്നത് ചുറ്റിനുള്ള co-channels തമ്മിലുള്ള ഇന്റർഫറൻസ് ഒരു പർട്ടിക്കുലർ സെല്ലിന് ഇൻഫ്ലുവൻസ് കാണും. സോ അങ്ങനെയല്ല, സമേഷൻ ആണ് I.
ഇഫ് ലോസ് path loss in propagation is considered, path loss കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ the signal to interference ratio is modified to s by n is equal to d by r whole raised to n. അതായത് n ചാനൽസ് അല്ലെങ്കിൽ n ലൊക്കേഷൻ ഉണ്ടെന്ന് വിചാരിച്ചു. d by r the whole raised to n divided by ICO എന്ന് പറയുന്നത് the number of co-channel interfering cells. അപ്പോൾ എത്ര എണ്ണം ഉണ്ട് അതാ ICO എന്ന് പറയുന്നത്. അപ്പോൾ d by r എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞു എക്സാം ഷേപ്പിന് √3n, അപ്പോൾ √3n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഹോൾ റേസ് ടു n ഡിവൈഡ് ബൈ ICO. ഇനി n എന്ന് പറയുന്നത് പാത്ത് ലോസ് എക്സ്പോണന്റ് ആണ്. പാത്ത് ലോസ് എക്സ്പോണന്റ് ആണ് which typically ranges from 2 to 4 in urban cellular system. 2 to 4 വാല്യൂ ആയിരിക്കും. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. ഇനി നേരത്തെ പറഞ്ഞു n ഈക്വൽ ടു മറ്റേ കോച്ചാനൽ സെല്ലിനെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഉണ്ട്. n ഈക്വൽ ടു I² പ്ലസ് IJ പ്ലസ് J². അപ്പോൾ n ഈക്വൽ ടു 3 ആണെങ്കിൽ ഐയുടെയും ജെയുടെ വാല്യൂ 1 1 എന്ന് പറയും. നേരത്തെ ഇതേ ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചായിരുന്നു, ഐയുടെയും ജെയുടെ വാല്യൂ സെയിം ആവാൻ പറ്റുമോ? ഇല്ല, എന്നിന്റെ വാല്യൂ അനുസരിച്ച് മാറും. n ഈക്വൽ ടു 7 ആകുമ്പോൾ എന്ത് പറ്റും? കറസ്പോണ്ടിങ് ഐക്ക് ജെ കൊടുക്കുന്ന വാല്യൂ എന്തായിരിക്കണം? 1 2 ആയിട്ട് വരണം, അല്ലെങ്കിൽ 2 1 ഏതെങ്കിലും രണ്ട് വാല്യൂ വരണം. ഇനി കറസ്പോണ്ടിങ്ങിൽ ക്ലസ്റ്റർ സൈസ് 12 ആകുമ്പോൾ ഐയുടെയും ജെയുടെ വാല്യൂ എന്താ? 2 ആയിട്ട് മാറും. 2 2. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫോർ എ ഗിവൺ പാത്ത് ലോസ് കമ്പോണന്റ് എന്ന് വെച്ചാൽ എന്നിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇവിടെ എന്നിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. n ഈക്വൽ ടു 4ഉം n ഈക്വൽ ടു 3 രണ്ട് കേസസ്. ഫൈൻഡ് ദ ഫ്രീക്വൻസി റീയൂസ് ഫാക്ടർ ആൻഡ് ദ ക്ലസ്റ്റർ സൈസ് ദാറ്റ് ഷുഡ് ബി യൂസ്ഡ് ഫോർ മാക്സിമം കപ്പാസിറ്റി. മാക്സിമം കപ്പാസിറ്റി വേണ്ടി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഫ്രീക്വൻസി റീയൂസ് ഫാക്ടറും ദാറ്റ് ഇസ് Q ആൻഡ് ക്ലസ്റ്റർ സൈസ് എന്നും കണ്ടുപിടിക്കണം. ദ സിഗ്നൽ ടു ഇന്റർഫറൻസ് റേഷ്യോ എന്ന് പറയുന്നത് 15 dB ഡിബിയിലാണ് തന്നിരിക്കുന്നത്. ആൻഡ് ഈസ് ദ മിനിമം റിക്വയർഡ് ഫോർ സാറ്റിസ്ഫാക്ടറി ഫോർവേഡ് ചാനൽ പെർഫോമൻസ്. അതൊരു മിനിമം വാല്യൂ ആണ് സാറ്റിസ്ഫാക്ടറി ചാനൽ പെർഫോമൻസ് വേണ്ടിയത് ഓഫ് എ സെല്ലുലർ സിസ്റ്റം. There are 6 co-channel cells in the first tier. ആ ഒരു ടയർ ലൊക്കേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ സറൗണ്ടിങ് ആയിട്ട് 6 co-channel cells ഉണ്ട്. ആൻഡ് ഓൾ ഓഫ് ദം ആർ അറ്റ് ദ സെയിം ഡിസ്റ്റൻസ്. എല്ലാം ഒരേ ഡിസ്റ്റൻസ് അപ്പാർട്ടാണ് ഫ്രം ദ മൊബൈൽ. യൂസ് ദ അപ്രോപ്രിയേറ്റ് അപ്രോക്സിമേഷൻ അല്ലെങ്കിൽ സൂട്ടബിൾ അപ്രോക്സിമേഷൻ. ഇനി സൊല്യൂഷൻ 1 ഫസ്റ്റ് എന്താണ്? n ഈക്വൽ ടു 4 ആണ് കേസ്. സോ വിൽ റൈറ്റ് n ഈക്വൽ ടു 4. ഇനി ICO എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ n ഈക്വൽ ടു 4 തന്നിട്ടുണ്ട്. ഇനി ICO എന്ന് പറയുന്നത് എന്തായിരുന്നു? ICO എന്ന് പറയുന്നത് വായിച്ചു നോക്കിയാൽ മതി. ICO ഈസ് ദ നമ്പർ ഓഫ് co-channel interfering cell. എത്ര എണ്ണം ഉണ്ട് പറഞ്ഞിട്ടുണ്ട്? ചുറ്റിന് എത്ര സെല്ലുണ്ട്? 6 എണ്ണം ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. സോ ICO ഈസ് ഈക്വൽ ടു 6 വിച്ച് ഈസ് ഓൾസോ ഗിവൺ. ഇനി മിനിമൽ സിഗ്നൽ ടു ഇന്റർഫറൻസ് റേഷ്യോ എന്ന് പറയുന്നത് 15 dBm. അതും തന്നിട്ടുണ്ട്. 15 dBm തന്നിട്ടുണ്ട്. എന്താണ് അടുത്ത കണ്ടുപിടിക്കേണ്ടത്? ഇനി നമുക്ക് സെൽ എത്ര സെൽ പാറ്റേൺ അല്ലെങ്കിൽ എത്ര ക്ലസ്റ്റർ ഓഫ് സെൽ എന്ന് പറഞ്ഞിട്ടില്ല. അത് മിനിമം കണ്ടുപിടിക്കണം, എത്ര ആയിരിക്കണം വാല്യൂ. അപ്പം ഞാൻ ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ആദ്യം 7 സെൽ റീയൂസ് പാറ്റേൺ എന്ന് വെച്ചാൽ ഒരു സെൽ n ഈക്വൽ ടു 7 എന്ന് അസ്യൂം ചെയ്യുക. ക്യാപിറ്റൽ N ആണ്. ക്യാപിറ്റൽ N ഈക്വൽ ടു 7 എന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, അസ്യൂം ചെയ്തിട്ട് ഇക്വേഷൻ എഴുതുക. Q ഈക്വൽ ടു D by R. അപ്പോൾ അതെന്താണ്? എക്സൈക്ലോൺ ഷേപ്പാണ് അസ്യൂം ചെയ്യുന്നത്. സോ √3n n ഈക്വൽ 7 ആകുമ്പോൾ √21 കിട്ടുന്നത് 4.583. ഇനി സിഗ്നൽ ടു ഇന്റർഫറൻസ് റേഷ്യോ ഇക്വേഷൻ എന്താണ്? √3n ഹോൾ റേസ് ടു സ്മോൾ n ഡിവൈഡ് ബൈ ICO എന്താണ്? നേരത്തെ പറഞ്ഞു 6 ആണെന്ന് പറഞ്ഞു. സ്മോൾ n എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ റേഷ്യോ അല്ലെങ്കിൽ എന്താ പറയുക പാത്ത് ലോസ് എക്സ്പോണന്റ് എന്ന് പറയുന്നത് 4 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഈ വാല്യൂ D by R വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Q 4.583 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കിട്ടുന്ന വാല്യൂ എന്താ നോക്കുക. കിട്ടുന്ന വാല്യൂ ഇതെന്തായിരിക്കും? ഒരു നമ്പർ ആയിരിക്കും. ഇതിനെ dBയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 10 log ഈ വാല്യൂ 10 log നമ്മളുടെ മീൻസ് ഇതിന്റെ ഇതെന്ത് ചെയ്യണം? dBയിലോട്ട് കൺവേർട്ട് ചെയ്യണം. 2 dB ഇൻറ്റു dBയിലോട്ട് ഡെസിബിളിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? 10 ഇൻറ്റു log ഈ വാല്യൂ എന്താണ്? 4.583 ഹോൾ റേസ് ടു 4 ഡിവൈഡഡ് ബൈ 6 ചെയ്യണം. ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 18.66 dB എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ മിനിമം സിഗ്നൽ സ്ട്രെങ്തിനെ കാട്ടിയും വലുതാണ്. ഞാൻ 15 dBയും കാട്ടിയും വലുതാണ്. എന്നാൽ മാത്രമേ അത് സിസ്റ്റം യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എന്തായിരിക്കണം നമ്മളുടെ വാല്യൂ?
n എന്തായിരിക്കണം 7 യൂസബിൾ ആണ്. 7 യൂസബിൾ ആണ്. അപ്പോൾ അത് കണ്ടീഷൻ ട്രൂ ആയി. ഇനി ബി എന്താണ്? അടുത്ത കണ്ടീഷൻ n = 3 ആണെങ്കിൽ, പാത്ത് ലോസ് എക്സ്പോണൻഷ്യൽ എന്ന് പറയുന്നത് 3 ആണെങ്കിൽ കറസ്പോണ്ടിങ് വാല്യൂ എന്തായിരിക്കണം? എഗെയിൻ n = 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. ICO കോച്ചാനൽ, ചുറ്റുമുള്ള കോച്ചാനൽ, ഫസ്റ്റ് ടയറിലുള്ള ചുറ്റുമുള്ള കോച്ചാനൽസ് എത്ര ഉണ്ട്? 6 ഉണ്ട് ചുറ്റും. പിന്നെ മിനിമം സിഗ്നൽ സ്ട്രെങ്ത് റേഷ്യോ 15 dB എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തന്നിട്ടുണ്ട്. എന്താ ഇനി 7 സെൽ റീയൂസ് ആണ് അസ്യൂം ചെയ്യുക. എന്ന് വെച്ചാൽ ക്ലസ്റ്ററിൽ 7 സെൽ ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് വ്യത്യാസം വരുന്നുള്ളൂ? സ്മോൾ എൻ്റെ വാല്യൂ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അതിൻ്റെ വാല്യൂ എന്താണ്? 3 ആയിട്ട് മാറി. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ എന്തായി? 12.55 dBയിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ 12.05 കിട്ടി. നമ്മുടെ മിനിമം സിഗ്നൽ സ്ട്രെങ്ത് എന്തായിരുന്നു? 15 dB. കുറവല്ലേ? മിനിമം എത്ര വേണം? 15 dB വേണം. ഉള്ളത് എത്രയേ ഉള്ളൂ? 12.05. അപ്പോൾ എന്ത് പറ്റും? n = 7 cannot be used. n = 7 cannot be used. അതാണ് ഇത് നമ്മൾ ഇൻഫറൻസ് ആയിട്ട് കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ n = 7 കഴിഞ്ഞിട്ട് വരുന്ന വാല്യൂ, നെക്സ്റ്റ് വാല്യൂ n = 12 ഉള്ളൂ. n = 12 ആണെങ്കിൽ എന്തായിരിക്കും? നമുക്കറിയാം i = j = 2 ആയിരിക്കും വാല്യൂ. അപ്പോൾ എന്താ? അപ്പോൾ നമുക്ക് നോക്കുക, q = എന്താ? d/r. അപ്പോൾ √3n, n = 12 ആയതുകൊണ്ട് 12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 12 × 3 36. ഇപ്പോൾ √36 എന്ന് പറയുന്നത് 6 ആയിട്ട് മാറും. ഇനി s/n എന്ന് പറയുന്നത് 6 raised to n-ന്റെ വാല്യൂ, സ്മോൾ n-ന്റെ വാല്യൂ 3, 6 raised to 3 / 6 എന്തായിരിക്കും? ഒരു 6ഉം 6ഉം കട്ടാവും, 6 സ്ക്വയർ ആയി മാറും. 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ആയിട്ട് മാറും. ഇനി 36 എന്ന് പറയുമ്പോൾ ഇനി അതിനെ dBയിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ 10 log 36. 10 log 36 എന്ന് പറയുന്നത് 15.56 dB. നമുക്ക് മിനിമം സ്ട്രെങ്ത് എത്രയാണ്? 15 dB എന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടിയ എത്രയാണ്? 15.56, വിച്ച് ഇസ് ഗ്രേറ്റർ. മീൻസ് n = 12 എന്ന് പറയുന്നത് യൂസബിൾ ആണ്. അഡ്ജസൻറ്റ് ചാനൽ ഇൻറ്റർഫറൻസ്. ഇപ്പോൾ ഇൻറ്റർഫറൻസ് റിസൾട്ടിങ് ഫ്രം സിഗ്നൽസ് വിച്ച് ആർ അഡ്ജസൻറ്റ് ഇൻ ഫ്രീക്വൻസി. തൊട്ടടുത്തുള്ള ഫ്രീക്വൻസി തമ്മിലുള്ള ഇൻറ്റർഫറൻസ് നമ്മളുടെ ഡിസൈഡ് ഫ്രീക്വൻസി കയറി വരികയാണെങ്കിൽ അതിനെ അഡ്ജസൻറ്റ് ചാനൽ ഇൻറ്റർഫറൻസ് എന്ന് പറയും. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ഫിൽട്ടർ, റിസീവറിൽ യൂസ് ചെയ്യുന്ന ഫിൽട്ടർ ഇൻപെർഫെക്റ്റ് ആണെങ്കിൽ, ബൈ ഡിഫോൾട്ട് എല്ലാം പ്രാക്ടിക്കൽ ഫിൽട്ടേഴ്സ് ഇൻപെർഫെക്റ്റ് ആണ്. സോ അങ്ങനെ കേസിൽ എന്ത് പറ്റും? അഡ്ജസൻറ്റ് ചാനലിലുള്ള ഫ്രീക്വൻസി കൂടെ നമ്മുടെ റിക്വയർഡ് പാസ് ബാൻഡിലോട്ട് കയറി വരും. അങ്ങനെ വരികയാണെങ്കിൽ അതിനെ അഡ്ജസൻറ്റ് ചാനൽ ഇൻറ്റർഫറൻസ് എന്ന് പറയും. സോ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ, ഈ ഫിഗറിൽ ഇവിടെ സിഗ്നൽ അഡ്ജസൻറ്റ് ചാനൽ സിഗ്നൽ സ്ട്രെങ്ത് ആണ് ഇവിടെ ബ്ലൂ കളർ, വയലറ്റ് അല്ല ബ്ലൂ കളർ കാണിക്കുന്നത്. ഓറഞ്ച് കളർ കാണിക്കുന്ന ഡിസൈഡ് സിഗ്നൽ. ഓക്കെ, അപ്പോൾ ആ ഡിസൈഡ് സിഗ്നലിന് വേണ്ടി നമ്മൾ റിസീവറിൽ ഒരു ഫിൽട്ടർ ഉണ്ട്. ഫിൽട്ടർ എന്ന് പറയുന്നത് ബൈ ഡിഫോൾട്ട് എന്ന് പറയുന്നത് ഐഡിയൽ കേസിൽ ഫിൽട്ടർ എന്ന് പറയുന്നത് ഒരു കറക്റ്റ് റെക്റ്റാങ്കിൾ ഷേപ്പ് ആയിരിക്കും. ഇനി നോൺ ഐഡിയൽ കേസ് അല്ലാത്ത കേസ്, ഇൻപെർഫെക്റ്റ് കേസ് വരികയാണെങ്കിൽ അതൊരു സ്ലോപ്പ് ഉള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെന്തായി? ഐഡിയൽ കേസ്, കറക്റ്റ് റെക്റ്റാങ്കിൾ. ഇത് നോൺ ഐഡിയൽ കേസ്. ഇപ്പം നോൺ ഐഡിയൽ കേസിൽ എന്തായിരിക്കും? ഇത്രയും ഫ്രീക്വൻസിയും കൂടെ കയറി വരും. ആരുടെ ഫ്രീക്വൻസി? അഡ്ജസൻറ്റ് ചാനലിൻ്റെ ഫ്രീക്വൻസിയുടെ എഫക്റ്റും കൂടെ കയറി വരും. അപ്പോൾ ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? അഡീഷണൽ സിഗ്നൽസ് കയറി വരും, വിച്ച് ഈസ് ഫ്രം ദ അഡ്ജസൻറ്റ് ചാനൽ. അപ്പം അതിനെന്ത് പറയാം? അഡ്ജസൻറ്റ് ചാനൽ ഇൻറ്റർഫറൻസ് എന്ന് പറയാം. ഇറ്റ് ഈസ് മോർ പ്രിവലൻറ്റ് when a mobile user close to the base station transmit on a signal close to one being transmitted by a weak mobile station. എന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ എക്സാമ്പിൾ. അതിന് നിയർ ഫാർ എഫക്റ്റ് എന്ന് പറയും. കണ്ടീഷൻ ആദ്യം മനസ്സിലാക്കുക. ആദ്യം ഒരു ബേസ് സ്റ്റേഷൻ ഉണ്ട്. ആ ബേസ് സ്റ്റേഷൻ്റെ പേര് എ. രണ്ട് മൊബൈൽ യൂണിറ്റ് ഉണ്ട്. മൊബൈൽ യൂണിറ്റ് 1 അതിന് ഞാൻ M1 എന്ന് കൊടുത്തു. മൊബൈൽ യൂണിറ്റ് 2 അത് M2 എന്ന് കൊടുത്തു. മൊബൈൽ യൂണിറ്റ് 1ഉം മൊബൈൽ യൂണിറ്റ് 2 M1ഉം M2. ഓക്കെ, ഇനി മൊബൈൽ 1ഉം എയുമായിട്ട്, ബേസ് സ്റ്റേഷൻ എയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി F1. എന്താ ഫ്രീക്വൻസി? F1. ഇനി മൊബൈൽ യൂണിറ്റ് 2 M2ഉം എയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി F2. ഓക്കെ,
ഇനി അടുത്ത അറിയേണ്ട കാര്യം അസംഷൻസ് ആദ്യം. ഇനി ഇവിടെ മൊബൈൽ യൂണിറ്റ് 2 എന്ന് പറയുന്നത് ഫാർ ആണ്. എവിടെയാണ്? ഫാർ ആണ്. മൊബൈൽ യൂണിറ്റ് 1 എന്താ? വിത്ത് റെസ്പെക്ട് ടു ബേസ് സ്റ്റേഷൻ നിയർ ആണ്. ഓക്കെ, നിയർ ആണ്. ഇനി ഫാർ ആയതുകൊണ്ട് F2 എവിടെ എത്തണം? ഇത്രയും ദൂരം എത്തണം. ഇപ്പൊ F2ന്റെ സിഗ്നൽ സ്ട്രെങ്ത് എന്തായിരിക്കണം? ഇപ്പൊ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ബേസ് സ്റ്റേഷൻ F2 എന്ന് പറയുന്നത് സ്ട്രോങ് ആയിരിക്കണം. F2യുടെ സിഗ്നൽ സ്ട്രോങ് ആയിരിക്കണം. F1ന്റെ സിഗ്നൽ മീഡിയം ആയിരിക്കണം. മീഡിയം സ്ട്രെങ്ത് മതി. കാര്യം F1 ആർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്? മൊബൈൽ യൂണിറ്റ് 1ഉമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. വിച്ച് ഇസ് വെരി നിയർ. അടുത്തുള്ളവന് അധികം പവർ കൊടുക്കാതെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്താൽ മതി. ദാറ്റ്സ് വൈ മീഡിയം. ഇനി അസംഷൻ എന്ന് പറയുന്നത് F1ഉം F2 എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് ചാനൽസ് ആണ്. F1ഉം F2 എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് ചാനലാണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു മൊബൈൽ യൂണിറ്റ് 1 നോക്കുമ്പോൾ, വിത്ത് റെസ്പെക്ട് ടു മൊബൈൽ യൂണിറ്റ് 1 എന്ന് പറയുമ്പോൾ F1ന്റെ ഫ്രീക്വൻസി കാണും. ഇത് F1ന്റെ ഫ്രീക്വൻസി മീഡിയം. F2യുടെ സിഗ്നൽ അടുത്തായതുകൊണ്ട് എന്തായിരിക്കും? 2 സ്ട്രോങ് ആണ്. അപ്പോൾ F2യുടെ ഫ്രീക്വൻസി 2 സ്ട്രോങ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു F2ന്റെ ഫ്രീക്വൻസി 2 സ്ട്രോങ് എന്ന് പറയുമ്പോൾ F2ന്റെ ഫ്രീക്വൻസി സ്ട്രോങ് ആയിട്ട് വരും. ഇതാണ് സ്ട്രോങ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വലിയ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, ഇനി ഇത് ഫിൽട്ടർ ചെയ്ത് ഒരു ഫിൽട്ടർ യൂസ് ചെയ്ത് ഫിൽട്ടർ ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഫിൽറ്ററിന്റെ സൈസ് ഞാൻ എടുക്കുകയാണ്. ഫിൽട്ടർ പെർഫെക്റ്റ് അല്ല, ഫിൽട്ടർ പെർഫെക്റ്റ് അല്ല. അപ്പോൾ ഇത് ഫിൽട്ടർ ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്ത് പറ്റും? കിട്ടുന്ന സിഗ്നൽ F1 എന്തായാലും കിട്ടും. അതിൻ്റെ കൂടെ കിട്ടുന്നത് F2ന്റെ ചെറിയ പാർട്ട് ഇങ്ങനെ വരും. F2ന്റെ സിഗ്നൽ പാർട്ട്. ഇപ്പൊ ഇവിടെ എന്തായി? F1 പ്ലസ് സ്ട്രോങ് F2. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. F1 പ്ലസ് സ്ട്രോങ് F2 ആയിരിക്കും സിഗ്നൽ കിട്ടുന്നത്. ആർക്ക് കിട്ടും? മൊബൈൽ യൂണിറ്റ് 1 കിട്ടുന്നത്. ഫിൽട്ടർ കൊടുത്ത് കടത്തി വിടുമ്പോൾ F2ന്റെ സിഗ്നൽ സ്ട്രോങ് ആണ്. ഇനി തിരിച്ച് മൊബൈൽ യൂണിറ്റ് 2 എന്ന് പറയുന്നത് വളരെ ഫാർ ആണ്. അപ്പോൾ മൊബൈൽ യൂണിറ്റ് 1ന് കിട്ടേണ്ട ഫ്രീക്വൻസി F1 ആണ്, വിച്ച് ഇസ് മീഡിയം. അപ്പോൾ ദൂരെ പോകുമ്പോൾ എന്തായി? F1 എന്ന് പറയുന്നത് വീക്കായി, F2 എന്ന് പറയുന്നത് മീഡിയം ആയി. കാര്യം അവിടെ എത്തുമ്പോൾ മീഡിയം ആവും. ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ഹൈ ആയിരുന്നു. മൊബൈൽ യൂണിറ്റ് 2 എത്തുമ്പോൾ F2ന്റെ ഫ്രീക്വൻസി എന്തായി? F2 ഇവിടെ എത്തുമ്പോൾ F2 മീഡിയം ആയി, സിഗ്നൽ സ്ട്രെങ്ത് മീഡിയം ആയി. F1 എന്ന് പറയുന്നത് മീഡിയത്തിൽ നിന്ന് ദൂരെ പോകുമ്പോൾ ഈ കൈ മാറി. ഇനി അഡ്ജസൻറ്റ് ചാനൽ എടുക്കുകയാണെങ്കിൽ എന്താവും? F2 എടുക്കുകയാണെങ്കിൽ F2ന്റെ സിഗ്നൽ വീക്കാണ്. അത് ഫിൽട്ടർ ചെയ്ത് പോകുമ്പോൾ F2 വീണ്ടും വീക്കാവും. F2 എന്താവും? മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ എന്ത് പറയാം? F2 പ്ലസ് വീക്ക് F1. മൊബൈൽ യൂണിറ്റ് 1 എന്തായിരുന്നു? F1 പ്ലസ് സ്ട്രോങ് F2 എന്ന് വെച്ചാൽ F2ന്റെ ഇൻഫ്ലുവൻസ് കൂടുതലാണ്. കാരണം അതൊരു അഡ്ജസൻറ്റ് ചാനൽ ആയതുകൊണ്ട്. അതുകൊണ്ട് എന്ത് പറ്റും? കോള് പ്രോപ്പറായിട്ട് നടക്കൂല. ക്രോസ് ടോക്ക് നടക്കാം, കോൾ ബ്ലോക്ക് ആവാം, അല്ലെങ്കിൽ ടെർമിനേറ്റ് ആവാം. അപ്പോൾ ഇത്തരം കേസുകൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ കെയർഫുൾ ഫിൽട്ടർ ചെയ്യണം. മീൻസ് ഹൈ ക്യൂ ഫാക്ടർ ഉള്ള ഒരു ഫിൽട്ടർ യൂസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ചാനൽ അസൈൻമെന്റ് സമയത്ത് അഡ്ജസൻറ്റ് ചാനലായിട്ട് അടുത്തുള്ള ആർക്കും അഡ്ജസൻറ്റ് ചാനൽ കൊടുക്കാൻ പാടില്ല. ഞാൻ എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ F1, F2, F3, F4, F5, F6 ഒരു സെല്ലിന് ഏത് ഫ്രീക്വൻസി കൊടുക്കാം? ഒരു സെല്ലിന് F1 കൊടുക്കാം, പിന്നെ F3 കൊടുക്കാൻ പാടുള്ളൂ, പിന്നെ F4 കൊടുക്കാം, പിന്നെ F5 കൊടുക്കാം, പിന്നെ F7 കൊടുക്കാം. വേറെ സെല്ല് എന്തായിരിക്കും? കറസ്പോണ്ടിംഗ്ലി വേറെ സെല്ലിൽ എന്തൊക്കെ ഫ്രീക്വൻസി കൊടുക്കാം? F2, F4, F6 ആൻഡ് F8 എന്ന് വെച്ചാൽ അഡ്ജസൻറ്റ് ഫ്രീക്വൻസീസ് ഒരു സെല്ലിന് കൊടുക്കാതിരുന്നാൽ അഡ്ജസൻറ്റ് ചാനൽ ഇൻ്റർഫറൻസ് മിനിമൈസ് ചെയ്യാം.